ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ജോഗ്രഫിക്കകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ബൗണ്ടറി ലൈൻസ് എന്നൊരു ടോപ്പിക്. ബൗണ്ടറി ലൈൻസ് നമുക്ക് അറിയാം, ചില ആൾക്കാർ പഠിക്കുന്ന നമ്മുടെ കുറച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് ബൗണ്ടറി ലൈൻസ് നമ്മൾ പഠിക്കും. നമുക്ക് ഈ ബൗണ്ടറി ലൈൻസ് എങ്ങനെയാണ് നമുക്ക് വരച്ച് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കണം. കാരണം ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലായത് ഇന്ത്യയുടെതല്ല, അല്ലെങ്കിൽ വേറെ രാജ്യം, ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയുമാണ്, അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്, ഇന്ത്യയും ശ്രീലങ്കയാണെന്നുള്ള ഡൗട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് അത് നമുക്ക് പഠിക്കണം. അതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം പഠിക്കണം. നമ്മളുടെ ഈ കുറച്ച് നമ്മുടെ സാർക്കുമായി ബന്ധപ്പെട്ടൊരു കോഡുണ്ട്, ആസിയാനുമായി ബന്ധപ്പെട്ടൊരു കോഡുണ്ട്. അപ്പോൾ ആ രണ്ട് കോഡ് കൂടി നമുക്ക് ഇതിനോട് പഠിക്കുമ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബൗണ്ടറി ലൈൻസ് ക്ലിയർ ആവും. അപ്പോൾ ഈ രണ്ട് നമുക്ക് ബൗണ്ടറി ലൈൻസ് നമുക്ക് ഇതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബൗണ്ടറി ലൈൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ബൗണ്ടറി ലൈൻസും ആരുടെ പേരിനൊക്കെ അറിയപ്പെടുന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ മാപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാപ്പ് ബേസ് പഠിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ മാപ്പിനകത്തുള്ള നമ്മുടെ സാർക്ക് രാജ്യങ്ങളും ആസിയയിലെ 10 രാജ്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് 18 ഏഷ്യൻ രാജ്യങ്ങൾ നമ്മുടെ കയ്യിലാവും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഒരു 27 രാജ്യങ്ങൾ പഠിക്കും, 45 രാജ്യങ്ങളുണ്ട് നമ്മളുടെ ഏഷ്യൻ രാജ്യങ്ങൾ. അപ്പോൾ അത്രയും പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഞാൻ ബൗണ്ടറി ലൈൻസിലേക്ക് കിടക്കാൻ പോകാം. ശ്രദ്ധിച്ചോ, നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ബൗണ്ടറി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഓർമ്മിക്കണം, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ. ഓർമ്മിക്കണം, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ. മക്മോഹൻ രേഖ ഓർമ്മിക്കണം, നമുക്ക് വരച്ച് പഠിക്കാൻ ഓർമ്മിക്കണം. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന. പാക് കടലെടുത്ത് ഓർമ്മിക്കണം, പാക് കടലെടുത്ത് ഇന്ത്യ. ഓർമ്മിക്കണം, ഇന്ത്യ ശ്രീലങ്ക. ആഡംസ് ബ്രിഡ്ജ് ഓർമ്മിക്കണം, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. അപ്പോൾ ഓർമ്മിക്കണം, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, പാക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. ഡ്യൂറൻഡ് രേഖ ഓർമ്മിക്കണം, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നമുക്ക് 5 നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ 5 എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു 5 പ്രാവശ്യം നോക്കിയിട്ട് നമുക്ക് മാപ്പ് ബേസിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, പാക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ എന്ന് പഠിക്കരുത്, മക്മോഹൻ ഇന്ത്യ ചൈന, പാക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. നമുക്ക് ഇതിനകത്ത് 3-4 നമുക്ക് ഓരോ വ്യക്തികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. റാഡ്ക്ലിഫ് രേഖ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്, സിറിൽ റാഡ്ക്ലിഫ്. ഓർമ്മിക്കണം, സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഹെൻറി മക്മോഹൻ. ഓർമ്മിക്കണം, പുതിയ അറിവുള്ള ആൾക്കാർ ഓർമ്മിക്കണം, ഹെൻറി മക്മോഹൻ. പാക് കടലെടുത്ത് റോബർട്ട് പാൾക്ക്. ഓർമ്മിക്കണം, റോബർട്ട് പാക്കല്ല, റോബർട്ട് പാൾക്ക് എന്ന് പറയും. നമ്മൾ വായിക്കുമ്പോൾ പാക്കെന്ന് വായിക്കും. ഇനി ആഡംസ് ബ്രിഡ്ജ് എന്ന് തന്നെ അറിയപ്പെടും. ഡ്യൂറൻഡ് രേഖ മോർട്ടിമർ ഡ്യൂറൻഡ്. ഓർമ്മിക്കണം, മോർട്ടിമർ ഡ്യൂറൻഡ്. നമുക്കൊരു റെഡ് ക്രോസിന്റെ സ്ഥാപനം അറിയാം, അത് ഹെൻറി ഡ്യൂനൻഡ് ആണ്, ഹെൻറി ഡ്യൂനൻഡ്. അപ്പോൾ ഒരിക്കൽ കൂടി, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, ഹെൻറി മക്മോഹൻ. പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, ഓർമ്മിക്കണം, ആഡംസ് ബ്രിഡ്ജ് അങ്ങനെ അറിയപ്പെടും. ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, മോർട്ടിമർ ഡ്യൂറൻഡ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന, ഹെൻറി മക്മോഹൻ. പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക, റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, മോർട്ടിമർ ഡ്യൂറൻഡ്. അപ്പോൾ നമുക്ക് ആദ്യം എടുത്തു റാഡ്ക്ലിഫ് രേഖ. നമുക്ക് ഓർക്കണം, നമ്മുടെ റാഡ്ക്ലിഫ് രേഖ ഇവിടെ ഇങ്ങനെ നടപ്പുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ അതിർത്തി രേഖ നിർണ്ണയിച്ചാണ് സിറിൽ റാഡ്ക്ലിഫ്. ഈ സിറിൽ റാഡ്ക്ലിഫിനെ അതിർത്തി രേഖ നിർണ്ണയിച്ചതാണ് പ്രധാനമന്ത്രി ചോദിച്ചെങ്കിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു. നമ്മുടെ വൈസ്രോയെ ഗവർണർ ചോദിച്ചെങ്കിൽ മൗണ്ട് ബാറ്റൺ. കറക്റ്റ് മൗണ്ട് ബാറ്റൺ നമുക്ക് ഓർമ്മിക്കണം. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ ഓർമ്മിക്കണം. റാഡ്ക്ലിഫ് രേഖ കിടപ്പുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇനി മക്മോഹൻ രേഖ ഇവിടെ കിടപ്പുണ്ട്, നോക്കിക്കണം. മക്മോഹൻ രേഖ ഇങ്ങനെ കിടപ്പുണ്ട്. മക്മോഹൻ രേഖ അത് നമ്മുടെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഓർമ്മിക്കണം. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന. പാക് കടലെടുത്ത് ഓർമ്മിക്കണം, പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക അതവിടെ കിടപ്പുണ്ട്. പാക് കടലെടുത്ത് ഇന്ത്യ ശ്രീലങ്ക. ഇനി ആഡംസ് ബ്രിഡ്ജ് ഇവിടെ തന്നെയാണ്, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. അതിന്റെ ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നടക്കുന്നു. ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അവിടെ കണ്ടു. ഈ ബൗണ്ടറി ലൈനാണ് നമ്മുടെ ഡ്യൂറൻഡ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഒരിക്കൽ കൂടി
റാഡ്ക്ലിഫ് രേഖ ഓർമ്മിക്കുന്നത് നമുക്ക് വരച്ച് പഠിച്ചോളാം. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന. പാക് കടലെടുപ്പ് ഓർമ്മിക്കണം. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക. ഓർമ്മിച്ചോളും. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടാത്ത ഒരു അയൽ രാജ്യമാണ് ശ്രീലങ്കയും മാലദ്വീപും. അപ്പോൾ പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക ഓർമ്മിക്കണം. സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന ഓർമ്മിക്കണം. മക്മോഹൻ രേഖ ഹെൻറി മക്മോഹൻ. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക റോബർട്ട് പാൾക്ക് നിർണ്ണയിച്ച റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? മോർട്ടിമർ ഡ്യൂറന്റ്. ഇനി തീൻപക കോറിഡോർ അല്ലെങ്കിൽ തീൻപക ഇടനാഴി ആരൊക്കെ തമ്മിലാണ് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് പരീക്ഷകൾ കണ്ടിട്ടുള്ളതാണ്. 2015 ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ നിലവിലുന്നത് 2015. ഓർമ്മിക്കണം ഒരിക്കൽ കൂടി. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന ഹെൻറി മക്മോഹൻ. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക ഓർമ്മിക്കണം. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോർട്ടിമർ ഡ്യൂറന്റ്. തീൻപക കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യയും ഓർമ്മിക്കണം. ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ നിലവിൽ വന്നത് 2015. ഇനി നമുക്ക് കുറച്ച് നമ്പർ ഉണ്ട്. അതിനകത്ത് ബന്ധപ്പെട്ട കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ ശ്രമിച്ചോണം. നമുക്ക് ഓർഡറായിട്ട് പഠിക്കുമ്പോൾ എളുപ്പമാണല്ലോ. 16, 17, 24, 38, 49. നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു നമ്പറായിട്ട് ബാക്കിയൊക്കെ വിദേശമാണ്. 16 നമീബിയ അങ്കോള. ഓർമ്മിക്കുക നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 16 നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 24 ഇന്ത്യ പാകിസ്ഥാൻ. ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ റാഡ്ക്ലിഫ് രേഖ അതിർത്തി നിർണ്ണയത്തിന് അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിച്ചത് ഇന്ത്യക്കാരും. 24 സംബന്ധിച്ച രേഖ പാകിസ്ഥാൻ മാത്രം അംഗീകരിച്ചതാണ്. അപ്പോൾ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന ഹെൻറി മക്മോഹൻ. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക ഓർമ്മിക്കണം. ആഡംസ് ബ്രിഡ്ജ്. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോർട്ടിമർ ഡ്യൂറന്റ്. തീൻപക ഇടനാഴി ഇന്ത്യ ബംഗ്ലാദേശ് ഓർമ്മിക്കണം. ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ നിലവിൽ 2015. 16 സമാന്തര രേഖ നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 24 ഇന്ത്യ പാകിസ്ഥാൻ. 38 ഓർമ്മിക്കണം. 38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ. 49 അമേരിക്ക കാനഡ. ഒരിക്കൽ കൂടി. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന ഹെൻറി മക്മോഹൻ. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക ഓർമ്മിക്കണം. ഇന്ത്യ ശ്രീലങ്ക. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോർട്ടിമർ ഡ്യൂറന്റ്. തീൻപക ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ നിലവിലുന്നത് 2015. 16 സമാന്തര രേഖ നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 24 ഇന്ത്യ പാകിസ്ഥാൻ. 38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ. 49 അമേരിക്ക കാനഡ. 16 നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 24 ഇന്ത്യ പാകിസ്ഥാൻ. 38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ. 49 അമേരിക്ക കാനഡ. ഒരിക്കൽ കൂടി. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ. നമുക്ക് ആ ബൗണ്ടറി ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. നമ്മുടെ ഈ ഞാൻ ഇപ്പോൾ വരച്ചിട്ടുള്ളതിൽ വ്യക്തമായിട്ട് ഓർമ്മിക്കണം. നമ്മുടെ സിറിൽ റാഡ്ക്ലിഫ് നിർണ്ണയിച്ച ബൗണ്ടറി ലൈൻസ് എവിടെ മുതൽ എവിടെ വരുന്നത് നമുക്ക് ഇനിയിപ്പോൾ സാർത്തോട് പഠിക്കുമ്പോൾ വ്യക്തമാക്കി തരാം. അപ്പോൾ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന ഹെൻറി മക്മോഹൻ. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോർട്ടിമർ ഡ്യൂറന്റ്. തീൻപക കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ നിലവിൽ 2015. 16 സമാന്തര രേഖ നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 24 ഇന്ത്യ പാകിസ്ഥാൻ. 38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ. 49 അമേരിക്ക കാനഡ. ഒരിക്കലും പറയുന്നത് നമുക്ക് അടുത്ത കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ബൗണ്ടറി ലൈൻസ് ഉണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾ ആ ബൗണ്ടറി ലൈൻസ് പഠിപ്പിക്കും. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ നമ്മുടെ വലിയ ഇന്ത്യയുടെ വേൾഡ് മാപ്പ് വെച്ച് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ് പഠിക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കാണാം. ശ്രദ്ധിക്കും. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ സിറിൽ റാഡ്ക്ലിഫ്. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന ഹെൻറി മക്മോഹൻ. പാക് കടലെടുപ്പ് ഇന്ത്യ ശ്രീലങ്ക റോബർട്ട് പാൾക്ക്. ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മോർട്ടിമർ ഡ്യൂറന്റ്. തീൻപക കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി കരാർ നിലവിൽ 2015. 16 സമാന്തര രേഖ നമീബിയ അങ്കോള. 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം. 24 ഇന്ത്യ പാകിസ്ഥാൻ.
38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ, 49 അമേരിക്ക കാനഡ. നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ യൂറോപ്യൻ ഘട്ടത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചു. നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മളുടെ ഈ സാർക്ക് മെമ്പേഴ്സും ആസിയൻ മെമ്പേഴ്സും കൂടെ കിടക്കും. അപ്പോൾ ഞാൻ ബൗണ്ടറി ലൈൻസ് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, ആഡംസ് ബ്രിഡ്ജ് ഇന്ത്യ ശ്രീലങ്ക, പാക് സ്റ്റേറ്റ് ഇന്ത്യ ഓർമ്മിക്കുന്ന പാക് ഇന്ത്യ ശ്രീലങ്ക, തീൻപക ഇന്ത്യ ബംഗ്ലാദേശ്, പിന്നെ ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ. ആൽഫിൽ ലൈൻ കേട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ആൽഫിൽ ലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് കേൾക്കുമ്പോൾ പ്രയാസം, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ഓർമ്മിക്കണം, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ഓർമ്മിക്കണം, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്. അപ്പോൾ ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ് ഓർമ്മിക്കണം, ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം ഓർമ്മിക്കുക, ഒരിക്കലും തെറ്റരുത്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ഞാൻ ഇന്നത് ഒരു 10 പ്രാവശ്യം പറഞ്ഞത് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വീണ്ടും കാണാൻ നമുക്ക് മാപ്പ് ബേസ്ഡ് നമുക്ക് അതിൽ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട ടോപ്പിക്കാണ് നമ്മളുടെ കടലെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വരച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു. അപ്പോൾ ആൽഫിൽ ലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ഇതിൽ ഇതാണ്. ഇത് നോക്കിയതിന് ശേഷം നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹിഡൻബർഗ് ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ്. അപ്പോൾ ഓർമ്മിക്കണം ഒരിക്കൽ കൂടി. ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ഒരിക്കൽ കൂടി. ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് രേഖ ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് രേഖ ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ഒരിക്കൽ കൂടി. ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് രേഖ ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. നമുക്കിനി ആ ടോട്ടൽ ഒരുമിച്ച് പറഞ്ഞു നോക്കാം. നമ്മൾ ഇത് നോക്കി ഇത് നമുക്ക് നോക്കി വരച്ച് പഠിക്കാം. അപ്പോൾ നോക്കിക്കാണും. ഇന്ത്യയും പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യയും ചൈന എന്നുള്ളത് മക്മോഹൻ രേഖ. ഇനി നമ്മളിവിടെ പറഞ്ഞ തീൻപക ഇന്ത്യ ബംഗ്ലാദേശ്, പാക് സ്റ്റേറ്റും ആഡംസ് ബ്രിഡ്ജും ഇന്ത്യയും ശ്രീലങ്ക. അത്രയും ക്ലിയർ ആയി. 16 നമീബിയ അംഗോള, 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം, 24 ഇന്ത്യ പാകിസ്ഥാൻ, 38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ, 49 അമേരിക്ക കാനഡ. ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പരീക്ഷ ചോദിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ബൗണ്ടറി ലൈൻസ് ഏതായാലും ഏത് രാജ്യം തമ്മിൽ അതിർത്തി പടുന്നത് അത് 49ാം സമുദ്രരേഖ അമേരിക്കയും കാനഡയും തമ്മിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിന്റെ ബാക്കിയിൽ പറയും. കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഈ നമ്മുടെ സാർക്ക് മെമ്പേഴ്സും ആസിയൻ മെമ്പേഴ്സും നോക്കുമ്പോൾ വീണ്ടും നമുക്കൊരു 18 ഏഷ്യൻ രാജ്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം അത് ഒരുമിച്ച് ഇന്ന് ഒറ്റ ദിവസം ക്ലിയർ തീർത്ത് കഴിയാം. നിങ്ങൾക്ക് രണ്ടും കൂടി മാറി. അതുകൊണ്ട് നമുക്ക് ഇന്നത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാണ്ട് വീണ്ടും ഈ സാർക്ക് രാജ്യങ്ങളും ആസിയന്റെ 10 രാജ്യങ്ങളും കോഡായിട്ടാണ് പഠിക്കാം. നമുക്ക് കുറച്ച് കോഡോട് പഠിക്കണം. അപ്പോൾ നമുക്ക് വളരെ ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് നോക്കാം. ഒരിക്കലും ആൽഫിലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. ആൽഫിൽ ലൈൻ ഇറ്റലി ഫ്രാൻസ്, മാർക്കറ്റ് റീഫ് സ്വീഡൻ ഫിൻലാൻഡ്, ഹിഡൻബർഗ് ജർമ്മനി പോളണ്ട്, ഓർഡർ നിസി ജർമ്മനി പോളണ്ട്, സിഗ്ഫ്രൈഡ് ജർമ്മനി ഫ്രാൻസ്, മാജിനോട്ട് രേഖ ജർമ്മനി ഫ്രാൻസ്, മാനർഹൈം റഷ്യ ഫിൻലാൻഡ്. 16 നമീബിയ അംഗോള, 17 നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാം, 24 ഇന്ത്യ പാകിസ്ഥാൻ, 38 നോർത്ത് കൊറിയ സൗത്ത് കൊറിയ, 49 അമേരിക്ക കാനഡ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണും. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ഞാൻ എന്തായാലും അടുത്ത ക്ലാസ് ഞാൻ ഇതിന് എടുക്കുന്ന സമയത്ത് അടുത്ത ക്ലാസ്സിൽ ഇതിന് വീണ്ടും ഞാൻ റിപ്പീറ്റ് ഒരു പറയും. കാരണം ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പഴയ ക്ലാസ്സുകളിലും ഞാൻ റിപ്പീറ്റ് പറഞ്ഞുണ്ട്. അപ്പോൾ ഇത് നോക്കുക. നമ്മുടെ ഓഡിയോ ക്ലാസ് നിങ്ങൾ കുറേ ദിവസം ഓഡിയോ ക്ലാസ് ആയിരിക്കും എന്ന് പറയുന്നത് ബുദ്ധിമുട്ടരുത്. നമ്മൾ ഇനി എല്ലാം കൊണ്ടുള്ള എല്ലാ ക്ലാസ്സും വീഡിയോ ക്ലാസ് ആയിരിക്കും. കാരണം ഞാനത് ആ ഓഡിയോ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഇനി ഞാൻ ഓഡിയോ ക്ലാസ് ഒരു മാസം കഴിഞ്ഞ് ഫിലിംസിൻ്റെ ഡാറ്റ ഡിക്ലെയർ ആയതിനു ശേഷം ഓഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ഇത് കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുക. ഓക്കെ, താങ്ക്സ്.